ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ 4.7 സെക്ഷനിലെ ഫോർത്ത് വീഡിയോ ഫോർത്ത് ആണെങ്കിലും പറയാനുള്ള ഒരേ കാര്യം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബേസിസ് ഫോർ ദ റോ സ്പേസ്, കോളം സ്പേസ് കാണണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ്, റോ റിഡക്ഷൻ തന്നെയല്ലേ ചെയ്തത്. എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, റോ റിഡക്ഷനാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ റോ റിഡക്ഷൻ ഞാൻ ചെയ്യുന്നില്ല, ഫൈനൽ ആൻസറിങ് നമ്മൾ പോകും. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താ വ്യത്യാസം നോക്കാം. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ. റോ സ്പേസിൻ്റെ ബേസിസ് കാണാനാണ് ക്വസ്റ്റ്യൻ. പക്ഷേ വ്യത്യാസം എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് എൻറ്റയർലി ഓഫ് റോ വെക്ടേഴ്സ് ഓഫ് എ. ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോഴേ നമ്മൾ മെട്രിക്സിന് റോ റിഡക്ഷൻ നടത്തും, എക്കലോൺ ഫോമിലേക്ക് മാറും, ലീഡിങ് വണ്ണിനെ നമ്മൾ എൻസർക്കിൾ ചെയ്യും. ആ ലാസ്റ്റ് മെട്രിക്സിലെ റോസിനെ അല്ലേ നമ്മൾ ബേസിസ് ആയിട്ട് സെലക്ട് ചെയ്ത് ലാസ്റ്റ് മെട്രിക്സ് കിട്ടുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന വെക്ടറൊക്കെ മാറും, ലാസ്റ്റ് മെട്രിക്സിൽ വരുന്ന ആ വെക്ടേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ബേസിസ് വേണം. പക്ഷേ ദാറ്റ് ബേസിസ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർലി ഓഫ് റോ വെക്ടേഴ്സ് ഓഫ് എ. എയിലെ വെക്ടേഴ്സ് തന്നെ ഉള്ള ഒരു ബേസിസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം നോക്കൂ, ഈ എയിലെ വെക്ടേഴ്സ് തന്നെ തന്നിരിക്കുന്ന അതേ മെട്രിക്സിലെ വെക്ടേഴ്സ് തന്നെ ബേസിസ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതിൻ്റെ കേസിലാണ്? കോളം സ്പേസിൻ്റെ കേസിലാണ്. കോളം സ്പേസിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ റിഡക്ഷൻ നടത്തും. ലാസ്റ്റ് വരുന്ന കോളല്ലേ, ആ കോളം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് പോസിബിൾ ആണ് നേരത്തെ ഏതിൻ്റെ കേസിൽ? കോളം സ്പേസിൻ്റെ കേസിൽ. റോ സ്പേസിൻ്റെ കേസിൽ അങ്ങനെയല്ല പിടിച്ചത്, ശരിയല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട അങ്ങനെ തന്നെയാണ്. തന്നിരിക്കുന്ന മെട്രിക്സിലെ റോ വെക്ടേഴ്സിനെ ഫോം ചെയ്യുന്ന ആ ബേസിസാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് അറിയോ? നമുക്കറിയാം ഈ കാര്യം, നമുക്ക് പരിചയമുള്ള എവിടെയാണ്? കോളത്തിൻ്റെ കേസിലല്ലേ പരിചയമുള്ളത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും? ഈ മെട്രിക്സ് നമ്മൾ ട്രാൻസ്പോസ് എടുക്കും, എ ട്രാൻസ്പോസ് എടുക്കും. എ ട്രാൻസ്പോസ് എടുക്കുക. എന്നിട്ട് ഈ വർക്ക് നമ്മൾ ചെയ്യും. എ ട്രാൻസ്പോസ് എന്നാൽ ഇൻ്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ്. സോ 1 -2 0 0 3, 2 -5 -3 -2 6, 0 5 15 10 0, 2 6 18 8 6. കണ്ടോ? നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടു, ശരിയല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ റോയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം എവിടെ വർക്ക് ചെയ്യും? കോളത്തിൽ വർക്ക് ചെയ്യും. ഇതിന് നമ്മൾ റോ റിഡക്ഷൻ നടത്തും. ഓക്കെ അല്ലേ? അങ്ങനെ റോ റിഡക്ഷൻ നടത്തിയതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ എൻസർക്കിൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിലെ കോളത്തിന് പകരം ഇവിടുന്ന് കോളം എടുത്തതിന് പകരം എവിടെ നിന്ന് എടുക്കും? ഇവിടുന്ന് എടുക്കും. പഴയ വർക്ക് തന്നെ. ആകെ ചെയ്യുന്നത് ഈ സാധനം നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുക? ട്രാൻസ്പോസിലാണ് വർക്ക് ചെയ്യുക. ഞാനിത് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ആൻസർ മാത്രം നമ്മൾ എഴുതാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 1 താഴേക്കെല്ലാം 0 ആക്കുക, പിന്നെ അടുത്തതിൽ 1 താഴേക്കെല്ലാം 0 ആക്കുക, വർക്ക് ചെയ്യുക. എൻ്റെ ആൻസർ എൻ്റെ കയ്യിലുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 2 0 2 0 1 -5 -10 0 0 0 1 0 0 0 0 ലാസ്റ്റ് 0 0 0 0. ഈ വർക്ക് തന്നെ ഞാൻ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 1നെ സർക്കിൾ ചെയ്തു, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 1ന് കറസ്പോണ്ടിങ് ആയുള്ള റോ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, കോളം ഇവിടുന്ന് സെലക്ട് ചെയ്യുക, ട്രാൻസ്പോസിന് സെലക്ട് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ്, ഈ 1 കറസ്പോണ്ടിങ് ആയുള്ള കോളം ഏതാണ്? ഇതാണ്. സോ ബി ഈസ് ഈക്വൽ ടു 1 -2 0 0 3. സെക്കൻഡ് ഇതിലാണ്. ഇതിലേതാണ്? 2 -5 -3 -2 6. ലാസ്റ്റ് ഇതിലാണ്, C4ലാണ്. സോ 2 6 18 8 6 will form a basis for the row space. ഈ ബേസിസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ഈ ബേസിസ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലെ വെക്ടേഴ്സ് തന്നെയാണ്, റോ വെക്ടേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് ഫോർത്ത് റോ ആണ്. ഓക്കെ അല്ലേ?
അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉടനെ നിങ്ങൾ ട്രാൻസ്പോസ് എടുക്കുക, സെയിം വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. The following vectors span a subspace of R4. Find a subset. ഇവിടെയും കണ്ട ബേസിസ് തന്നെയാണ്. നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് മെട്രിക്സ് തന്നെങ്കിലും ഈ മെട്രിക്സിലെ ഓരോ റോയും ഓരോ വെക്ടറാണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസിൻ്റെ ബേസിസാണ്. ഇവിടെ മെട്രിക്സ് തരുന്നതിന് പകരം ആ വെക്ടേഴ്സ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. ഇതാണ് വെക്ടർ, സെക്കൻഡ് വെക്ടർ, അതിൻ്റെ വെക്ടർ ഡയറക്റ്റ് തന്നിരിക്കുക. അപ്പോൾ എന്താ കണ്ടത്? ഫൈൻഡ് എ സബ്സെറ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട ബേസിസ് തന്നെയാണ് കണ്ടത്. പക്ഷേ ആ ബേസിസ് എങ്ങനെയായിരിക്കണം? ആ ബേസിസ് ഇതിനകത്ത് തന്നെ ആയിരിക്കണം. ഫൈൻഡ് എ സബ്സെറ്റ് ഓഫ് ദീസ് വെക്ടേഴ്സ്. ഈ V1 to V6 6 വെക്ടേഴ്സിൻ്റെ സബ്സെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഫോം എ ബേസിസ്. അത് ഇതിന് ഒരു ബേസിസ് ആയിട്ട് മാറണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വെക്ടേഴ്സിനെ റോ ആയിട്ട് എഴുതണോ കോളായിട്ട് എഴുതണോ? ഇതിൽ തന്നെ വെക്ടേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ എഴുതേണ്ടത്? കോളമായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് മെട്രിക്സ് എഴുതാം. A is equal to, എഴുതുമ്പോൾ തന്നെ നമ്മൾ കോളായിട്ടാണ് എഴുതുന്നത്, പിന്നെ ട്രാൻസ്പോസ് എടുക്കണ്ട. ഇവിടെ റോ തന്നു, പിന്നെ കോളാക്കി മാറ്റാനാണ് നമ്മൾ ട്രാൻസ്പോസ് എടുത്തത്. സോ A is equal to 1 2 2 -1. ഫസ്റ്റ് വെക്ടറിനെ കോളായിട്ട് എഴുതി. സെക്കൻഡ് വെക്ടർ, തേർഡ് 4 9 9 -4, ഫോർത്ത് -2 -1 -1 2, ഫിഫ്ത്ത് 5 8 9 -5, സിക്സ്ത്ത് 4 2 7 -4. ക്ലിയർ? അപ്പോൾ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ എല്ലാം നമ്മൾ കോളമായിട്ട് എഴുതി. ഇനി ഇതിന് പഴയ വർക്ക് തന്നെ ചെയ്യാം, റോ റിഡക്ഷൻ നടത്താം. റോ റിഡക്ഷൻ നടത്തുമ്പോൾ ഞാൻ നടത്താൻ പോകുന്നില്ല, കാരണം ഈ മെട്രിക്സ് നമ്മൾ മുമ്പ് റോ റിഡക്ഷൻ നടത്തിയതാണ്. മുമ്പൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഈ മെട്രിക്സ് നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഫൈനൽ ആൻസർ എക്കലോൺ ഫോം എൻ്റെ കയ്യിലുണ്ട്. എക്കലോൺ ഫോം 1 -3 4 -2 5 4 0 0 1 3 -2 -6 0 0 0 0 1 5. ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി 1നെ പിടിച്ച് സർക്കിളാക്കാം. E1 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 ഇത്രയിലുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള കോളം സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് കോളംസ്? സോ B2 is equal to ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള കോളം ഇത് 1 2 2 -1. അടുത്ത തേർഡ് കോളം ഏതാണ്? 4 9 9 -4. അടുത്ത ഫിഫ്ത്തിൽ ആരൊക്കെയുള്ളത്? 5 8 9 -5. ക്ലിയർ? സോ B2 forms a basis for the span of these vectors consisting of the entirely of the given vectors. ഓക്കെ അല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാം, എല്ലാത്തിനും ഒരേ വർക്ക് തന്നെ, റോ റിഡക്ഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇതിനൊരു അഡീഷണൽ കൂടെയുണ്ട്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ.